ജനശ്രദ്ധ കിട്ടിത്തുടങ്ങുമ്പോൾ താരതമ്യേന മാർക്കറ്റ് വാല്യൂ ഉള്ള താൽപ്പര്യങ്ങളിലേക്കും സുഖസൗകര്യങ്ങളിലേക്കും പൊങ്ങച്ചങ്ങളിലേക്കും കടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം മലയാളികൾ. കടന്നു വന്ന വഴികളിൽ കൈതന്ന് സഹായിച്ചവരെയും ചവിട്ടിക്കയറിയ പടികളെയും തന്നെ രൂപപ്പെടുത്തിയ സാഹചര്യങ്ങളെയും അവർ വളരെ വേഗം മറക്കുന്നു, അല്ലെങ്കിൽ മറച്ചുവെക്കുന്നു. ഇത്തരം കൺകെട്ട് വിദ്യകൾക്കോ പൊയ്ക്കാൽ നാട്യങ്ങൾക്കോ വശംവദനാകാതെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി മലയാള സിനിമയിലും തമിഴകത്തും ഒരുപോലെ ശോഭിച്ചു നിൽക്കുന്ന താരമാണ് ശ്രീ ജയറാം. അതുകൊണ്ടാണ് ഈ നടൻ ഇപ്പോഴും സാധാരണക്കാർക്കിടയിൽ സമ്മതിയുള്ളത്. മലയാറ്റൂരിലെ തോട്ടുവ എന്ന ഗ്രാമത്തിലെ നാട്ടിൻപുറത്തുകാരനായി ആനകളെയും മേളങ്ങളെയുമെല്ലാം ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഈ താരം ഇന്നും ജീവിക്കുന്നു. ജയരാജ്, ഇതാണ് നമ്മുടെ ആനകളുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന അവൻ്റെ പാദസരം കാൽമണി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ കഴുത്തിലെ മണി. ഇത് തൃശ്ശൂർ പൂരത്തിനൊക്കെ നടക്ക് നിൽക്കുന്നവന് നല്ല സ്വർണ്ണ മണി, സൈഡിലൊക്കെ വെള്ളി മണി, ആനച്ചന്തം വർദ്ധിപ്പിക്കുന്ന. പിന്നെ എന്താണ് അവൻ്റെ ഭംഗി. അപ്പം നമുക്ക് നമ്മുടെ ഏറ്റവും ഭംഗിയുള്ള നെറ്റിപ്പട്ടം തന്നെ ആദ്യം കെട്ടിത്തുടങ്ങാം. ആനയുടെ മുഖസൗന്ദര്യം എല്ലാവരും കാണുന്ന നെറ്റിപ്പട്ടം കിട്ടുമ്പോഴാണ്. പിന്നെ പലപ്പോഴും ചെറുപ്പത്തിൽ ഈ നെറ്റിപ്പട്ടത്തിന്റെ പോള കണ്ടിട്ട് അതാണ് ആനയുടെ കണ്ണ് എന്ന് നമ്മളോട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആനയുടെ കൊച്ചു കണ്ണായതുകൊണ്ട് ഇത് കണ്ടിട്ട് ഇത് ആര് രൂപകൽപ്പന ചെയ്തതാണെന്ന് ചോദിച്ചാൽ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും ഇതിന്റെ ഒരു ഭംഗി ആനച്ചന്തത്തിന്റെ ഒന്നും മാറ്റി വെച്ചാൽ ഇതിൽ തന്നെ പലതരമുണ്ട്. ചൂരപ്പുളി തലക്കെട്ടുണ്ട്, നാഗപടമുണ്ട്, പലതുമുണ്ട്. പല ആനയുടെ തലക്കനുസരിച്ച് വീതി അനുസരിച്ച് കെട്ടി തന്നെ കെട്ടി കാണാം. അല്ലേ? അതാണ് നിലവിനൊരു ഐശ്വര്യം വരുന്നത് അല്ലേ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലം തൊട്ട് ഈ ഉത്സവപ്പറമ്പുകളിൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നിപ്പോൾ സിനിമയിൽ വന്നു എന്ന് വിചാരിച്ച് അതിനൊട്ടും കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പോഴും എന്നാൽ കഴിയുന്ന ഇപ്പോൾ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ എറണാകുളം ക്ഷേത്രങ്ങളിലൊക്കെ ഏത് ഉത്സവത്തിനും രാത്രി അവിടുത്തെ ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് അതില്ലാതൊരു ജീവിതം പറ്റില്ല. മേളത്തിൻ്റെ അവിടെ പോയിട്ട് വളരെ ആധികാരികമായിട്ട് മാറി ഞാൻ ജയറാമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് ഞാൻ മേളം കേൾക്കില്ല. മേളം കേൾക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തൃശ്ശൂർക്കാർ നിന്ന് കേൾക്കുന്ന പോലെ തന്നെ നിന്ന് കേൾക്കണം. അതിനോട് വിരോധമൊന്നുമില്ല ജയരാജൻ. ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അത് കാരണം ഇങ്ങനെ മേളം കേട്ടില്ലെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. ആയിക്കോട്ടെ, അപ്പം നമുക്ക് പഞ്ചാരി ഒരു 5ാം കാലത്തിൽ തുടങ്ങി കൊട്ടിക്കയറാം. നമ്മളും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. സ്നേഹിച്ചവരെ ഒരിക്കലും മറക്കാത്ത, എന്നാൽ ദ്രോഹിച്ചവരെ എന്നും ഓർത്തിരിക്കുന്ന ഗജവീരന്മാർ മനുഷ്യരെ എന്നും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെയാണ് വാദ്യമേളങ്ങളും. ശബ്ദവിന്യാസം കൊണ്ടാണ് അവർ അതിശയിപ്പിക്കുന്നത്. ഉത്സവ പറമ്പുകളിൽ ആനയും വാദ്യവും ഒരുപോലെ ലഹരിയുടെ മാന്ത്രികത തീർക്കുന്നു. ജയറാം എന്ന നടനെ പോലെ ആ ലഹരിയിൽ സ്വയം മറക്കുന്ന ധാരാളം പേരുണ്ട് നമുക്കിടയിൽ. ഉത്സവങ്ങളും ആനകളും അവർക്കുള്ളതാണ്. ജയറാം അവരുടെ വിശ്വസ്തനായ പ്രതിനിധി.